ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞത്, ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല. അതുപോലെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ കാണുന്നവരെല്ലാം സന്തോഷത്തിലാണെന്ന്. അല്ല, എല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ കൂടെ നമ്മൾ മുന്നേറിക്കൊണ്ട് പോവുകയാണ്. ജനിച്ചു പോയില്ലേ, നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ മുന്നേറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷം കുറച്ചും ദുഃഖം കൂടുതലായിട്ട് നമുക്ക് തോന്നും. കാരണം സന്തോഷം പെട്ടെന്ന് കഴിഞ്ഞു പോണ പോലെ തോന്നും. പിന്നെ മാത്രമല്ല, നമ്മൾ കിട്ടിയ സന്തോഷത്തിന് നമ്മൾ പോരാ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ നമുക്ക് ദുഃഖങ്ങൾ എപ്പോഴും കൂടുതലാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടും എപ്പോഴും അത് നെഗറ്റീവായിട്ട് എപ്പോഴും എടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. സന്തോഷം കുറച്ച് കുറഞ്ഞാലും ദുഃഖങ്ങളാണെങ്കിലും അതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ജീവിതത്തിലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജീവിതത്തെ കാണുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാത്രം ചിന്തിച്ചത് കൊണ്ടായില്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവരും നമുക്ക് എങ്ങനെ ശരിയാണെങ്കിൽ മാത്രമാണ് സന്തോഷവും സമാധാനമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അതിപ്പോൾ നമ്മുടെ ഭർത്താവാം, മക്കളാവാം, മരുമക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരാവാം, ആരാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ കൂടി നന്നായാൽ മാത്രമാണ് നമുക്ക് സമാധാനം സന്തോഷമൊക്കെ ആസ്വദിക്കാനും മനസ്സിന് എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ എന്ന് പറയുന്നത് പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനും കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ചില വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എന്തിനും ഏതിനും നെഗറ്റീവ് അടിച്ച്, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടിയത് പോരാ, തൃപ്തി ഇല്ലാതെ, നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തി ഇല്ലാതിരിക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്താലും തൃപ്തി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ തൃപ്തി ഇല്ലായ്മ, എപ്പോഴും അത് തന്നെ നമ്മളോട് ഇങ്ങനെ പറയുക. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് നമുക്കും ഒരു മെൻ്റലി നമുക്ക് എന്താ തോന്നുക, നെഗറ്റീവായിട്ട് തോന്നും അല്ലേ. നമുക്കും ഒരു സുഖമില്ല, അല്ലെങ്കിൽ സന്തോഷമില്ല, എപ്പോഴും നമുക്ക് ദുഃഖം പോലെയൊക്കെ നമുക്കും തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ, പണ്ടുള്ളവർ പറയും ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന്. ഏകദേശം അതൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമ്മളത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും അവർക്ക് ആവലാതി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം വേദനിക്കുക, വിഷമിക്കുക. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ സുഖമില്ല, സന്തോഷമില്ല, മറ്റുള്ളവർ സന്തോഷത്തിലാണ്, ഞാൻ കഷ്ടപ്പെട്ടു എന്നിട്ടും എനിക്കെപ്പോഴും സുഖമില്ല, മറ്റുള്ളവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടായില്ല, പക്ഷേ എന്നിട്ടും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന ചിന്താഗതിയോട് കൂടെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും കൂടി നെഗറ്റീവാണ്. കാരണം നമ്മളെപ്പോഴും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ സമാധാനമായിട്ടൊരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നഷ്ടങ്ങൾ പലതും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കും. ആ നഷ്ടങ്ങളെല്ലാം നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനായിട്ട് കഴിയില്ല. അപ്പോൾ ചില നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നികത്താനാവാത്ത പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കണം. അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ആവലാതിപ്പെട്ടിട്ടോ ആകുലതപ്പെട്ടിട്ടോ കാര്യമില്ല. ആകുലത പെട്ട് കഴിഞ്ഞാൽ ആദ്യം പിടിച്ച് വ്യാധിയാവുക എന്ന് പറയുന്ന പോലെ നമ്മളൊരു രോഗിയായി മാറിയുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഞാൻ കഷ്ടപ്പെട്ടു, എനിക്ക് കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ കഷ്ടപ്പാട് മാത്രമേ നടത്തുന്നുള്ളൂ, എനിക്ക് ജീവിതം സുഖമില്ല, കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയും. അപ്പോൾ ഈ കഷ്ടപ്പെടാനായിട്ട് ആരും നമ്മളോട് പറയണില്ല. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. പിന്നെ മാത്രമല്ല, അപ്പോൾ ചിലവർ പറയും, നേരത്തെ ഞാൻ അതിന് മുന്നേ 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല എന്ന്. അപ്പം നമ്മൾ എന്തൊക്കെ മാറേണ്ട കാര്യങ്ങൾ മാറേണ്ടത് വന്നാലും മാറാതെ, അവരുടെ മനസ്സ് മാറ്റാതെ ഉള്ള കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കും. അവർ നമ്മളിനി ഒരു യാത്ര പോയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി നമ്മൾ ഭക്ഷണം നമുക്ക് അവിടുത്തെ പിടിച്ചില്ലെങ്കിൽ പോലും വിശപ്പടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കും. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ ഇപ്പോൾ ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോഴും അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒന്നും തൊടില്ല, അവർ കഴിക്കൂല, മറ്റുള്ളവരെ കഴിക്കാനായിട്ട് മനസ്സമാധാനമായിട്ട് കഴിക്കാനായിട്ട് അനുവദിക്കൂല. അപ്പോൾ എന്താ പറയുക, അയ്യോ അത് കിട്ടുമോ ഇവിടെ, അയ്യോ ഇത് കിട്ടുമോ ഇവിടെ, എന്നാൽ അത് കഴിക്കായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കായിരുന്നു, ഇത് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. അപ്പോൾ നമ്മുടെ സമാധാനം പോയി. പിന്നെ എപ്പോഴും ആവലാതി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് എഴുതിയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഈ സമയങ്ങളിൽ വന്നിട്ട് പറയാം, അയ്യോ ഞാൻ അവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് പോയി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതൊക്കെ പോയി, എന്താ ഇപ്പോൾ കാര്യം ഉണ്ടായത്, എൻ്റെ അധ്വാനമൊക്കെ വെറുതെ പോയി, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും.
അപ്പോൾ ഈ ആവലാതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ല സമാധാനം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രായമായവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ ഇങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം കൂടി പോകും. പിന്നെ ഇനി ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വീട് വൃത്തിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടെ അവരും കൂടി കൂടിയാലാണ് വീട് വൃത്തിയാവുള്ളൂ അല്ലേ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, അത്യാവശ്യമുള്ളത് വാങ്ങുക. വെറുതെ നമ്മൾ കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ സ്ഥലമില്ലാത്ത രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട് കാണുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കത് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും അത് കഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു സാധനം ഒരുത്തിൽ വെക്കുക, എടുത്ത സാധനം എടുത്തടുത്ത് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തോടെ കൂടാതിരിക്കുക. നമ്മൾ വൃത്തിയാക്കിയിട്ട് പോരുമ്പോഴത്തേനും അതെല്ലാം അവിടെ വാരി വലിച്ചിടുക. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർ നന്നായാൽ മാത്രമാണ് നമുക്ക് മനസ്സമാധാനം സന്തോഷം ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അല്ലേ. പിന്നെ ചിലരുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടത് മാത്രമേ കഷ്ടപ്പാടുള്ളൂ, ബാക്കി ആര് ചെയ്തതും കഷ്ടപ്പാടല്ല. ബാക്കി ഇപ്പോൾ അസുഖങ്ങൾ വന്നാലും അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ അവർക്ക് നമ്മൾ മെഡിസിൻ മേടിക്കുക അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ആ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുമല്ല, അവരൊക്കെ അവരുടെ എന്താ പറയുക മുത്തശ്ശിമാർക്കും അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്മാർക്കൊക്കെ അവരിതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ അവരെന്നെ നോക്കിയിട്ടുണ്ട്. അന്ന് ഇത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഇതിനേക്കാൾ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെഡിസിൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളോട് പറയും. അപ്പം നമ്മൾ ചെയ്തത് വെള്ളത്തിൽ വരച്ച പോലെയാവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം പല രീതിയിലുള്ള മനുഷ്യന്മാരാണ്, പല സ്വഭാവങ്ങളാണ് ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഈ രീതിയിലൊക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം പോവും, സന്തോഷം പോവും. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്താ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഇവരെ ഒന്നും വിട്ടിട്ട് നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ മറന്നു പോവും. പിന്നെ മാത്രമല്ല നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഈ വയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വയ്യാത്ത വ്യക്തികളാണ്, നിങ്ങൾ പോയിട്ട് വന്നോളൂ. ഇനി വയ്യാത്ത വ്യക്തികളല്ലെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ മകനും ഭാര്യയൊക്കെ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മൾ എപ്പോഴും പോകണമെന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ പോവാം. ഇല്ലാത്ത പക്ഷം അവർ പോകാൻ പുറപ്പെടണേക്കും മുന്നേ നമ്മൾ പുറപ്പെടരുത്. കാരണം നമ്മൾ പോയിട്ട് അവർക്ക് അവരുടേതായ ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ആസ്വാദനം എല്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ പോയിട്ട് അത് അവർക്ക് ആസ്വദിക്കാനോ അവർക്ക് കാണാനോ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അസുഖമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് കഞ്ഞി ഒളിച്ചാലും കുടിച്ചിട്ടിരിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോയി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അയ്യോ നടക്കാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു, പോയവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇത് കൊണ്ടുപോയത് തന്നെ കഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം കേട്ടോ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവിതം ആസ്വദിക്കില്ല, മറ്റുള്ളവരെ ആസ്വദിക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അവർ യാത്രകൾ പോവുക, അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് യാത്ര പോവുക, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരുടെ ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സുഖങ്ങളും അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം നിസ്സാരമാണ് എന്ന രീതിയിൽ നമ്മളോട് പെരുമാറിയിട്ട് നമ്മുടെ ജീവിതം കൂടിയും കുളം കുത്തുക എന്ന് പറയില്ലേ, ആ രീതിയിലാക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്വയം ആസ്വദിക്കില്ല, മറ്റുള്ളവരെ ആസ്വദിക്കാനായിട്ട് വിടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ ചെയ്യാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.